പോയി. എന്ന് പറയുമ്പോൾ അവിടെ ചിട്ടിയാണല്ലോ, തുണി ഇടുമെന്ന് മറന്ന. കിഴങ്ങടച്ചെടുക്കുന്ന കഞ്ഞിയും പിന്നെ അത്താഴത്തിന് വേണ്ടിയുള്ള അരിയാട്ടി വയ്ക്കുന്നു. രാത്രി അത്താഴത്തിന് അരിയാട്ടി വെച്ചതാണ്. ഞാൻ ആദ്യമായിട്ടാണ് വോയിസ് റെക്കോർഡൊക്കെ കൊടുക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. പൈനാപ്പിൾ ജ്യൂസ് അടിക്കാൻ മിക്സിയിലിട്ടിടുകയാണ്. പഞ്ചാരയും വെള്ളമൊക്കെ ഒഴിച്ച്. ക്യാമറാമാൻ ഇവിടെ ഇല്ല. ഞാൻ ഒറ്റയ്ക്ക് പിടിക്കുന്നതുകൊണ്ട് പാടായിട്ടാണ് പിടിക്കുന്നത്. ഇങ്ങനെ ജ്യൂസ് അടിച്ചു. ഞാൻ ഇച്ചിരി കിടക്കട്ടെ, നിങ്ങൾ കിടക്കണം. ഒരു കൊല പഴുത്ത് അത് വെട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ മൂത്ത മകളുടെ ട്രോഫികൾ. അവരുടെ വീട്ടിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കുത്തി നിറച്ച് വെച്ചേക്കാണ്. എൻ്റെ ബേക്കിൽ വലിയ വലിയ ട്രോഫികൾ ഇരിപ്പുണ്ട്. അതെൻ്റെ മക്കളുടേതാണ്. അവരെല്ലാം തട്ടി മാറ്റി ബേക്കിലാക്കി ഇപ്പം ചെറുമകളാണ് വെച്ചേക്കുന്നത്. മിസ്രിയ എന്നാണ് പേര്. മിസ്രീസ് വേൾഡ് എന്നുള്ള ഒരു ചാനൽ അവർക്കും ഉണ്ട്. വൈകിട്ട് ജോലിയൊക്കെ ഒതുക്കിയിട്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ ഇറങ്ങിയത്. ചെടിയൊന്നും അല്ല, ചെറിയ കൃഷി, മുളകും തക്കാളിയൊക്കെ ഉണ്ട്. മുളക് പാവിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. കോഴി വൈകിട്ട് തുറക്കുമ്പോൾ അതെല്ലാം പോയി തിന്ന് തീർക്കും. ചെറിയൊരു വ്ളോഗാണ്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അവരില്ലേ? എവിടെ പോയത്? വിതിര പോവെന്ന് പറഞ്ഞു. കുക്കു പെണ്ണേ, കുക്കുവിനെ കാണുന്നില്ല അവിടെ. താമസിച്ച വെള്ളം അടിക്കുന്നതൊക്കെ നോക്കി കിടക്കുകയാണ്. പൂച്ച സാറും എനിക്ക് കൂട്ടുണ്ട്. കൂടെ നടക്കും, വെള്ളം ഒഴിക്കുമ്പോഴും മുറ്റം തൂക്കുമ്പോഴും. അതൊക്കെ കഴിയാറായി. നോമ്പ് മുറിക്കാൻ സമയമായി വരുന്നു. ഇപ്പോഴത്തെ ഇത് തന്നെ നമ്മളെയൊക്കെ സ്ഥിതി അത് തന്നെയാണ്. മഴ പെയ്യുമെന്ന് തോന്നുന്നു. ഒന്നും ഇപ്പോൾ പറയാൻ പറ്റൂല.
നോമ്പ് മുറിക്കാൻ ബാങ്ക് കേൾക്കാറായി. ഇങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചതാണ്. ചായ, ചിക്കൻ അട, കിഴങ്ങ്, മീൻകറി, കഞ്ഞി, ഈത്തപ്പഴം, തണ്ണിമത്തൻ, പൈനാപ്പിൾ ജ്യൂസ്. പിന്നെ ഒന്ന് എനിക്കൊരു കരിമ്പിൻ ജ്യൂസ് വാങ്ങി